ധീരജ് രാജേന്ദ്രന്റെ അനശ്വര രക്തസാക്ഷിത്വത്തിന് ഇന്ന് 4 വയസ്സ്. രക്തസാക്ഷി സ്മരണ പുതുക്കി കണ്ണൂർ തളിപ്പറമ്പിലെ ധീരജ് രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. 2022 ജനുവരി 10-നാണ് യൂത്ത് കോൺഗ്രസ് കൊലയാളി സംഘം ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ധീരരക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ ഓർമ്മകൾ രക്തസാക്ഷി കുടീരത്തിൽ ഇരമ്പിയാർത്തു. കണ്ണൂർ തളിപ്പറമ്പിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. ധീരജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. മകനെ കൊലപ്പെടുത്തിയിട്ടും കലിതീരാതെ കോൺഗ്രസുകാർ ഇപ്പോഴും കുടുംബത്തെ വേട്ടയാടുകയാണെന്ന് പിതാവ് രാജേന്ദ്രൻ പറഞ്ഞു. നൊമ്പരത്തിൻ്റെ 4 വർഷങ്ങൾ, വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഓർമ്മകൾ ഇങ്ങനെ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ സുധാകരൻ ഊട്ടി വളർത്തിയ കൊലയാളികൾ നിർദ്ദയം കൊലപ്പെടുത്തിയ ഞങ്ങളുടെ മകനെ കുറിച്ച് ആ കുഞ്ഞിനെക്കുറിച്ചൊരാശ്വാസ വാക്ക് പറയുവാൻ, ഞങ്ങൾക്കൊരു സമാധാനം തരുവാൻ ഈ നിമിഷം വരെ വന്നിട്ടില്ല. പ്രതികൾ ഞങ്ങളുടെ മക്കളാണെന്നും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള മുൻ KPCC പ്രസിഡൻ്റായ സുധാകരൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനവും ഈ കോൺഗ്രസിൻ്റെ ആദർശം ഇതാണോ എന്ന ചോദ്യം പൊതുജനത്തിൻ്റെ മുന്നിൽ ഇന്ന് നിൽക്കുകയാണ്. 2022 ജനുവരി 10-നാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജിനെ യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് അക്രമി സംഘം അഴിഞ്ഞാടിയപ്പോൾ ക്യാമ്പസിന് നഷ്ടമായത് പ്രിയങ്കരനായ വിദ്യാർത്ഥി നേതാവിനെ. ക്യാമ്പസിലെ പാട്ടുകാരനും മിടുക്കനായ വിദ്യാർത്ഥിയുമായിരുന്നു ധീരജ്. ധീരജിന്റെ ധീരരക്തസാക്ഷിത്വത്തിന് 4 വയസ്സ് പൂർത്തിയാകുമ്പോൾ വീരസ്മരണ പുതുക്കുകയാണ് നാട്. അനശ്വര രക്തസാക്ഷിത്വത്തിന്റെ 4ാം ഓർമ്മദിനത്തിലും കനലായി ജ്വലിക്കുകയാണ് ധീരജ് രാജേന്ദ്രൻ. 4 വർഷം പിന്നിടുമ്പോഴും കണ്ണൂർ തൃച്ചംബരത്തെ വീട്ടിൽ കണ്ണീരുണങ്ങിയിട്ടില്ല. തളിപ്പറമ്പ് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം M. സന്തോഷ്.